രാവിലെ എണീക്കുന്ന ആൾ എസക്കുട്ടിയാണ്. രാവിലെ എണീറ്റ് ഓടി പോയി നടക്കുവാണ്. ബാക്കി ആരും എണീറ്റിട്ടില്ല. ഇത് നല്ല ദിവസമാണ്, നല്ല വെട്ടമൊക്കെ ആയിട്ട് സൺലൈറ്റ്. എവിടെ പോവാ? ഇന്ന് എവിടെയും പോകണ്ട. ഇന്ന് എവിടെയും പോകണ്ട. എല്ലാവരും ഉറക്കുവാ. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് റൈസ് പോറേജ്. അപ്പം ഞാനാണെങ്കിൽ 2 ഡെസിലിറ്റർ വെള്ളവും 2 ഡെസിലിറ്റർ റൈസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറ്റി കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു 1 ലിറ്റർ പാല് റെഡ് മിൽക്ക്, അതായത് ഫാറ്റ് കൂടിയ മിൽക്കിൻ്റെ, നമ്മൾ ഇവിടെ പല കളറിലും പാക്കറ്റിലും ഒക്കെ ആയിട്ട് ഇവിടെ പാല് കിട്ടുന്നത്. അപ്പം നോർമൽ മിൽക്ക് എന്ന് പറയുന്നത് 1.5% ഫാറ്റ് ഉള്ളതും പിന്നെ 3% പാലാണ് ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനേക്കാളും കൂടിയതുണ്ട് ഹെവി ക്രീം ആയിട്ടുള്ള സാധനം. അങ്ങനെ എന്നിട്ട് നമ്മളിതൊരു 40 മിനിറ്റ് ഇളക്കി പതുക്കെ വേവിക്കും. അപ്പം അന്നേരം ഈ ഇത് കുറുകി വരും. അപ്പം ആ 40 മിനിറ്റ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇടുവേ, സെറ്റാ. ശരിയാ. ജിമ്മിൽ പോകുന്ന എങ്ങനെയുണ്ട്? ബോഡി പെയിൻ ഉണ്ടോ? ഇന്നലത്തെക്കാളും ഉഷാറായോ? ഇന്ന് ഞാൻ ശരിക്കും 3-4 ആഴ്ച കൂടിയിട്ടാണല്ലോ പോയത്. ഫസ്റ്റ് ആ പോയതിന്റെ പെയിൻ ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മള് ആദ്യമായിട്ട് മറ്റേ കുറെ കാലം കൂടിയില്ല സ്റ്റെപ്പ് കയറാൻ പോയത്. വൈകിട്ട് അതും പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര പെയിനായിരുന്നു. പക്ഷെ സൂപ്പറായിട്ട് ഉറക്കം വന്നില്ല, കറക്റ്റ് ടൈമിൽ ഉറക്കം വന്നു. ഇന്നലെ എസക്കുട്ടിക്ക് ഇന്നലെ നമ്മൾ ഡേ ടൈം പാലും അധികം കൊടുത്തില്ല, അതുകൊണ്ട് അവൻ അത്താഴം കഴിച്ചു. രാത്രി 2 മണി വരെ അവൻ ഉറങ്ങി. പിന്നെ അങ്ങോട്ട് അവന്റെ ഉത്സവം ബെറ്റർ ആയിരുന്നു. ഇത് ഇച്ചാനാണ് ഉണ്ടാക്കി ചായ. ഞാനല്ലാണ്ട് പിന്നെ ആരുണ്ടാക്കാനാ? ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ? സർപ്രൈസ് ആയി പോയല്ലോ. താങ്ക് യു. ഞാനും കൂടെ കുടിച്ചു നോക്കിയേക്കാം ഒരു ദിവസമൊക്കെ. നമ്മള് മോർണിംഗ് ഡ്രിങ്ക് എടുക്കുന്നത് അടുപ്പിച്ചൊരു 3-4 ദിവസം എടുക്കണം കേട്ടോ. അപ്പം ഈ ബിഗിനിങ്ങിൽ നമ്മളിപ്പം തുടങ്ങിയപ്പോ തൊട്ട് സിന്നമൺ ഡ്രിങ്ക് ആണ് എടുത്തത്. ഇനിയിപ്പം പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് നാരങ്ങ പിഴിഞ്ഞ് ചിയാ സീഡൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്, ഉണക്കമുന്തിരി ഇട്ട് കുടിക്കുന്നുണ്ട്, മറ്റേ നമ്മുടെ മല്ലിയും പറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ഉലുവ ഉതിർത്തിലെ ഇത് ശരിക്കും വിടുന്നു വരുന്നുണ്ട്. നോക്കിയാ എന്നാ നല്ല വെതറാ നോക്കിയെന്ന്. ഉച്ചക്ക് പെട്ടെന്ന് പോയിട്ട് വന്നേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മെയ്ദിനായിട്ട് ഈ പഴയ അതായത് വണ്ടികളെല്ലാം ഉണ്ടാവും. അപ്പം അതിനൊക്കെ ഒന്ന് പിള്ളേരെ എല്ലാ പ്രാവശ്യവും പോകുന്നതാണ്. അപ്പം ജോണിക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അന്ന് പോയി കാണാം. യശക്കുട്ടി രാവിലെ എന്നാ പരിപാടി? ആരും എണീറ്റില്ലേ കൊച്ചിനെ കളിപ്പിക്കാൻ? വാ കൊച്ചിങ് വാ. സമയം മക്കളെ 8 മണിയായിട്ടോ. ഓക്കേ, എഴുന്നേക്ക്. വന്നാ മാത്രം മതിയോ? ഞാൻ അവിടെ വാച്ച് കുത്തിയിടാൻ ചെന്ന് കഴിയുമ്പോഴേക്കും അമ്മ എന്റെ അടുത്തേക്ക് വന്നില്ല. ഓക്കെ, ഫേവറിസം എന്നതാ നീ പറഞ്ഞേ? ഫേവറിസം. ഓക്കെ, എഴുന്നേറ്റ് നല്ലതായിട്ട് ഉറങ്ങിയോ? സ്വപ്നം കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. പക്ഷെ യസക്കുട്ടിന്റെ അവിടെ വന്നിട്ടോ എനിക്ക് ഞാൻ കേട്ടു അവിടെ സൗണ്ട്, അതുപോലെ ഇറ്റു. ഞാൻ നോക്കിയപ്പോൾ അവിടെ മുഖത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പൊക്കേമോൻ കാർഡ് എടുത്തിട്ട് എൻ്റെ കണ്ണയിലോട്ട് ഇടാൻ തുടങ്ങി. കണ്ണൂർന്ന് നോക്കാൻ ശരിക്കും കണ്ടോട്ടെ കണ്ണിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവനാണെങ്കിൽ പോയിട്ട് മടുത്തു, കൊച്ചു വർത്താനം പറഞ്ഞു മടുത്തു. എന്നിട്ട് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും ജിമ്മിലൊക്കെ പോയിട്ട് വരട്ടെ. അമ്മ നെക്സ്റ്റ് ലെവൽ എന്നെ മഞ്ഞ, അമ്മ നെക്സ്റ്റ് ലെവൽ എന്നെ മഞ്ഞ. ഗുഡ് മോർണിംഗ്. അതെ, രണ്ടുപേരും കൂടെ 2 ചേട്ടനും അനിയനും കൂടെ മാളി ചേച്ചിയുടെ മുതലെത്താ. ജോണിക്കുട്ടി കേറിപ്പോ. ജോണിക്കുട്ടീനെ ഇപ്പൊ ഷൗട്ടാണ്, കുഞ്ഞുമാവ ഒക്കെയാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. സാധാരണ ഇവിടുത്തെ ഒരു ക്രിസ്മസ് സ്പെഷ്യലാണ്. ഇതിനകത്ത് 2 ഓപ്ഷനിലും കഴിക്കാം. ഒന്ന് തന്നെ ജോണിക്കുട്ടി, ഒന്ന് ജാമിട്ടും. സിന്നമൺ പൗഡറും ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കും. പിന്നെ ചിലര് ബ്ലൂബെറി ജാം ഇടും, അല്ലെ സ്ട്രോബെറി ജാം ഇടും അല്ലേ? അമ്മയാണോ പപ്പയല്ലേ? കൊച്ചിനും തരാം. കുട്ടിക്ക് ഇഷ്ടമായോ? ചൂടുണ്ടോ? കുട്ടിക്ക് ഇച്ചിരി ജാമ് ഒഴിച്ചു കൊടുത്തു.
നല്ലതാണോ അപ്പ? നല്ലതാണോ? എന്തോ കട്ടിയുണ്ട്. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ കൊച്ചിനെ? നല്ലതാണോ? ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായോ? നല്ലതാണോ? പറഞ്ഞേ. കുട്ടിക്ക് ഇഷ്ടമായോ? എസക്കുട്ടി താഴെ കിടന്ന് കഴിക്കട്ടോ. തന്നെ വാരി കഴിക്കാനാണ് ഇഷ്ടം അവന്. അടിച്ചു കളയല്ലേ പപ്പ കൂടെ വാരി തരാം. ചക്കിനായിട്ടെ കനലാണ് ഇട്ടെ. നല്ലതാണോ? അതിനകത്ത് ഞാൻ ഇതിനകത്ത് ഒരു ആൽമണ്ട് ഇട്ടിട്ടുണ്ട്. ആൽമണ്ട് കിട്ടുന്ന ആൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. കിട്ടുന്ന ആൾക്ക് സർപ്രൈസ് ഉണ്ട്. ആർക്ക് കിട്ടുന്ന അറിയത്തില്ല. ഇവിടുത്തെ ക്രിസ്മസിന് ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ ആൾക്കാർ പക്ഷെ പപ്പ ഇനി രണ്ടാമത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാരി ഇനിയും തരുമ്പോ അതിനകത്ത് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അതിനകത്ത് ആർക്ക് കിട്ടുന്നതിനനുസരിച്ചിരിക്കും. അതിനകത്തില്ല, നിങ്ങളിനകത്തില്ല. എന്നാ പരിപാടി? എന്നാ പരിപാടി? ആ പാട്ട് പാടണോ? അവൻ എണീറ്റ് പോയി. വരുന്നുണ്ടോ? ആ വരുന്നുണ്ടോ? ആ പാട്ട് പാടി പോകുമ്പോഴാ അവന് ഇഷ്ടം. അവൻ താറോട്ട് പോവാണെങ്കിൽ അവനെ വിടണേ. അവൻ താഴെ പോവാ. അതിന്റെ കോർണറില് അയ്യോ 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്തോ? ഇന്നലത്തെ ബോഡി പെയിൻ പ്ലസ് എനിക്ക് ഓൾറെഡി ഇവിടെ ഷോൾഡറിന്റെ ഇവിടെ പെയിൻ ഉണ്ടല്ലോ. ഇത് ഇന്നലത്തെ ഇഡ്ഡലി മാവിന്റെ തന്നെ കേട്ടോ. അതിപ്പോ ദോശയാക്കിയിട്ട് അതിൽ കുറച്ച് ക്യാരറ്റും ക്യാബേജും കുറച്ച് ഓണിയനും കൂടെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ദോശ, സാമ്പാറും എഗ് വൈറ്റും ആയിട്ട് കൊടുക്കുന്നത്. അമ്മ എന്താ കഴിക്കണേ? 2 ദോശയും 1 എഗ് വൈറ്റ് കഴിക്കുന്നേ കണ്ടോ? സാമ്പാറും കണ്ടോ? മെയ്തീനെ പ്രമാണിച്ച് ഇവിടെ വാസൽ ഫിൻലൻഡിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഭയങ്കര ആഘോഷമൊക്കെയാണ്. അപ്പോൾ പഴയ വണ്ടികളൊക്കെ കുറേ വരും. 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവർക്കറിയാക്കും. മറ്റേ ഫെറാറി എന്താണ് അതുപോലത്തെ ഒരു വണ്ടി കണ്ടു. കറക്റ്റ് സെയിം റെഡ്. നമ്മൾ പോയിപ്പോണെങ്കിൽ ഒരു പുറകിലാണെങ്കിൽ ഏതൊരു വണ്ടി നല്ലത് അതുപോലത്തെ 2 കണ്ടു. എന്നിട്ട് കുറേ വണ്ടി തന്നെയാണോ നല്ലതല്ലേ? ആ പഴയ വണ്ടികളെ വരുന്നത്. പഴയ വണ്ടികളെല്ലാം നമുക്ക് കാണണ്ടേ. വരാണ്ടോ പഴയ വണ്ടികൾ വരാണ്ടോ? ഇതെല്ലാം കാണാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ 2 സൈഡിൽ നിൽക്കുന്നത്.
അവിടെ കയറി നിൽക്കുക. നല്ലതാണോ? അപ്പയ്ക്ക് വേണ്ട. ഈ പ്രാവശ്യം തിരക്ക് കുറവായിരുന്നു. വണ്ടി നോക്കി ജസ്റ്റ് തിന്നോളൂ പിന്നെ പോവാന്ന്. അതാണ് വപ്പു അല്ലേ? അതായത് ഞങ്ങൾ ജസ്റ്റ് വണ്ടി നോക്കിയുള്ളൂ തിന്നോളൂ, ഞങ്ങൾ ജസ്റ്റ് പോവാന്നല്ലേ? അതാണ് വപ്പു അല്ലേ? പഴയ വണ്ടികളും കണ്ടു, പിള്ളേര് പിസയും കഴിച്ചു. ഓക്കെയാണോ? എസക്കുട്ടിയും അമ്മയും വീട്ടിലാണ്. രണ്ടാമത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറാൻ പോവാം അല്ലേ? അടുത്ത് ഞങ്ങള് പിള്ളേരും അടുത്ത്, കഴിച്ചും അടുത്തു, നോക്കി നിന്നും അടുത്തു ആണോ? ലഞ്ച് കറക്റ്റ് ടൈമിൽ കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നത്തെ കിൻവ ബിരിയാണിയുടെ റൈസ് ഉണ്ടായിരുന്നല്ലോ, ആ റൈസും പിന്നെ ചിക്കൻ ഗ്രില്ല് തന്നെ 2-3 പീസും കുറച്ച് വെജിറ്റബിളും കൂട്ടിയിട്ട് ലഞ്ച് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിസ്സ കഴിക്കാൻ പോയി. ഇച്ചാൻ അവിടെ ഒന്നും കഴിച്ചില്ല അല്ലേ? അപ്പൊ ഇനി വേറെ ഓപ്ഷൻ ഇല്ല, സെയിം ഞാൻ കഴിച്ച ഊത്തപ്പം ഇച്ചാൻ കഴിക്കാം. പക്ഷെ ഒരു ഇതുണ്ട്, അതിൻ്റെ അകത്ത് ഇച്ചിരി മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് റൈസിൻ്റെ ഇനിയിപ്പോൾ ഞാൻ ഈ ആഴ്ച കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കിൻവയുടെ ബാക്കി ഉണ്ടായിരുന്നു കഴിച്ചല്ലോ. അപ്പം ഇച്ചായൻ കുഴപ്പമില്ല, അത്യാവശ്യം പ്രോട്ടീനൊക്കെ ഇട്ട്. ആണുങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടെ കാലറി കൂടുതൽ വേണം. എൻ്റെ സെയിം ഡയറ്റ് ഇച്ചായൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റത്ത് പറന്നു പോകും. ഞാനിത് ആലോചിക്കണം, 60 ദിവസം എന്നുള്ളത് ഞാനിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ഞാൻ എന്നെ ഡിസപ്പിയർ ആയി പോട്ടോ. റൈസിൻ്റെ ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് രാവിലെ ഇപ്പോൾ ഓൾറെഡി ഞാൻ റൈസിൻ്റെ കഴിച്ചായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ബിരിയാണി കിൻവയുടെ അതും പിന്നെ വെജീസും കുറച്ച് എയർ ഫ്രൈ ചെയ്ത ചിക്കൻ ബ്രസ്റ്റും പിന്നെ പ്രോട്ടീൻ കൂടിയിട്ടുള്ള ഫാറ്റ് കുറഞ്ഞ യോഗർട്ടിനകത്ത് കുക്കുംബർ ഇട്ട റൈത്ത, അതായിരുന്നു എൻ്റെ ലഞ്ച്. എസക്കുട്ടിക്ക് റൈസ് പോറഞ്ച് കൂട്ടിക്കൊടുക്കും. ഊത്തപ്പം സാമ്പാർ ഇഷ്ടമാണോ? ഊത്തപ്പം സാമ്പാർ എനിക്കിഷ്ടമാണ്. അത് തമിഴ്നാട്ടിലെ ചമ്മന്തി ഉണ്ടല്ലോ. എന്തിനാ കരയില്ല കേട്ടോ. ഹലോ ആ ടൂറ്റു ഇവിടെ എന്നാ സംഭവം? ആ നടക്കട്ടെ. സൈക്കിൾ ഓട്ടോണ്ട് അശക്കുട്ടി. എനിക്ക് ചെയ്യാൻ അറിയില്ല, ബിക്കോസ് ഇത് മറ്റൊരു ഫ്രണ്ടിനെയാണ്. പക്ഷെ ഇവർക്ക് ഇത് ഭയങ്കര വലുതാ, പെഡൽ ചെയ്യാൻ പോലെ പറ്റില്ല. കാലെത്താറായില്ല അല്ലേ? ആ കൊച്ചു പിന്നെ കാക്കേനെ എവിടെ കാക്കയെ കാണിയില്ല ഇപ്പൊ പരിപാടി. ആ കാക്ക അങ്ങോട്ട് ചെല്ലാം, അങ്ങോട്ട് അങ്ങോട്ട് ചെന്നപ്പോ കിച്ചന്റെ ആ സൈഡിലിടും. നമുക്ക് കാക്കേനെ കാണാൻ പറ്റി. കാക്കേനെ ഇഷ്ടക്കുട്ടിക്ക് ഇഷ്ടമാണ്. ഓ ചേട്ടായി കുറച്ചുമ്പോ സ്വിമ്മിങ്ങിന് പോകും. മടുത്തെങ്കിൽ താഴേക്ക് ഇറക്കി, അപ്പൊ അവൻ തന്നെ കയറാൻ ഇഷ്ടം കാണിക്കും. നോക്കാം എന്തോ. അപ്പൊ ഇപ്പൊ ഇറങ്ങണ്ട അല്ലേ? ഓ എന്താ ഇവിടെ സംഭവിക്കണേ? ആണോ? പണ്ട് കഴിയേന്റെ മുമ്പിലത്തെ പ്രശ്നമല്ല, എനിക്കൊരു 3 വർഷം മുന്നേ ജോൺകുട്ടി ഇതിലെ സൈക്കിൾ ഓട്ടി ഓർക്കണ്ടോ? മമ്മേനെ സൈക്കിൾ ഓട്ടി കാണിച്ചോ സമ്മറില് മമ്മ ഇവിടെ ഇരുന്നപ്പോ? എനിക്ക് ജസ്റ്റ് ഓർമ്മ. ഇത് ഉടുപ്പൂരി കളയുവാണോ ഇവിടെ കൈ പിച്ച്? ഞാനെ പിടിച്ചോണ്ടിരുന്ന അവയ്ക്ക് വേണ്ടി ഇവന്റെ അവന്റെ കാര്യം മൈൻഡ് ചെയ്തോണ്ടിരിക്കുക. പുള്ളിയുടെ ഉടുപ്പ് ഫിക്സ് ചെയ്യണ തിരക്കില്ല. ആ സൈക്കിൾ ഓടിക്കാൻ സൈക്കിളിന് ഡ്രൈവറെ വെച്ചിട്ടുണ്ട് എസക്കുട്ടി അല്ലേ? ആ എൻ്റെ റോട്ടിലോട്ട് വല്ല ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടാ മോനെ. പോരട്ടെ വാ ഓടി വാ. യെസ് വാ. ഓ
എൻ്റെ അമ്മോ, കൊള്ളാവോ? സൂപ്പറാണോ? ഓ സൂപ്പറാണോ? എന്നാ ഇങ്ങ് പോരെ, ഇനിയിപ്പോൾ ഹരം കൂടിക്കഴിഞ്ഞാ പുള്ളി പറക്കും. ഇങ്ങ് പോരെ, ബാ ഇങ്ങോട്ട് വാ. ഈ ബേബിമാരുടെ ഹെൽമെറ്റ് വാങ്ങണം. ഇത് സത്യമായിട്ട് ഇത് പഠിച്ചില്ല, പക്ഷെ ഹെൽമെറ്റ് ജോൺകുട്ടി പക്ഷേ ലിപ്പിസ് പോലും വെച്ചില്ല. വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ലിപ്പിസ് വെക്കണ്ടേ? ഭയങ്കര സണ്ണാണ് ഈ എല്ലാം ദിവസം, ഭയങ്കര സണ്ണ. അപ്പൊ ലിപ്പിസ് വെക്കണം. സണ്ണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കാൻ നടക്കാൻ പറ്റില്ല. ലിപ്പിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന ക്യാപ്പ് അല്ലേ? എന്തോ ഓ അങ്ങോട്ട് തിരിക്കണോ? ആ പിടിക്ക, സൈക്കിളിന്റെ വീലേ പിടിക്ക. പുള്ളി എൻജോയ് ചെയ്യാ, പുള്ളി അതിൻ്റെ അകത്ത് ഇരിക്കണം, എൻജോയ് ചെയ്യാതാ. ആ കുറച്ചു നേരം കാറ്റുള്ള എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം. ടെസ്കുട്ടി ഉറങ്ങുമ്പോ ബാക്കി നമുക്ക് കളിക്കാം. പുള്ളി കിളികളെ നോക്കി ഭയങ്കര ഇഷ്ടമാണേ. ആ ചൊക്കോയും പൊക്കോയൊക്കെ അല്ലേ. ആരെയും വിളിക്കുന്നേ? ആരെയും കൊച്ചു വിളിക്കുന്നേ? ആരെയും വിളിക്കുന്നേ? എല്ലാരും സൈക്ലിംഗ് ആണ്, ഫുള്ള് സൈക്ലിംഗ്. അവരൊരു ഷെൽട്ടറിന്റെ അടുത്ത് മറ്റേ കൂടില്ലേ, അതിനകത്തായാലും ആ കൊച്ചുങ്ങൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സ്റ്റിൽ. നമ്മളും പുറത്ത് റൈഡിന് പോകുമ്പോ ഹെൽമെറ്റ് വെക്കണം, ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളിപ്പോ റൈഡിന് പോകുന്നില്ല, ജസ്റ്റ് ഇരുത്തുന്നല്ലേ ഉള്ളൂ. അതായത് നമ്മൾ ഓട്സ് ഉപ്പുമാവാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് വെജീസ്, നമ്മൾ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എണ്ണയിൽ കടുക് പൊട്ടിച്ച് സാറിന് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ലവ് യു ടു. ജോണിക്കുട്ടി സ്വിമ്മിങ്ങിന് പോവാണ്, അപ്പം ഇപ്പം അവന് തുടങ്ങും. ഓട്സ് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ജോണിക്കുട്ടി സ്വിമ്മിങ്ങിന് പോകാനായിട്ട് റെഡിയായി. ടാറ്റാ, നന്നായിട്ട് നീന്തണേ. ബൈ ബാ. സ്കുട്ടിങ് വാ. അതിലേക്ക് നമ്മൾ ഓട്സ് മുഴുവൻ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മാത്രം നമ്മൾ കറക്റ്റായിട്ട് ആ സാധനം ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഞോളപ്പ് പോലത്തെ ഒരു ഇതായി പോകും. അപ്പോൾ അതുകൊണ്ട് സ്റ്റീൽ കട്ട് ഓട്സ്, ഇച്ചിരി ബലമുള്ള ടൈപ്പ് ഓട്സാണ് മേടിക്കുന്നത്. നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം വെള്ളം തളിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കോട്ടെ ചെയ്യുന്നത്. തൂത്തുവാരുവാണോ? തൂത്തുവാരലാണ് ഇവിടെ. എന്തോ ആ ഉവ്വ, ഇവിടെ തൂത്തുവായിരുന്നു. വീട് തകർത്ത് വാരിയിട്ടേക്കണു. വേസ്റ്റ് അത് പൊട്ടിച്ച് അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നു. ചേട്ടൻ്റെ റൂമോ അലമാരി എല്ലാം തുറന്നതാണ്ട് ഇതെല്ലാം വലിച്ചു അടിച്ചിട്ടേക്കണു. ഞാനൊരു ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കിയ സമയം കൊണ്ട് നടന്ന ഇതെല്ലാം. പിന്നെ വീക്കെൻഡിൽ പിള്ളേർ വീക്ക് ഡേയ്സ് എല്ലാം സ്ട്രെസ് അടിച്ച് വന്നേക്കുന്നതുകൊണ്ട് വീക്ക് ഡേയ്സിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അവരെന്തായാലും ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. ഇപ്പം ഇച്ചാനും ഡ്യൂട്ടിയിലാണ്, അപ്പോൾ തന്നെ തൊട്ട് നടക്കത്തുമില്ല. അപ്പം ഇച്ചിരിയൊക്കെ അങ്ങനെ അഴിഞ്ഞു ഒഴിഞ്ഞ് കിടക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. തന്നെ എസ്കുട്ടി ഇവിടെ. ആ ഇങ്ങോട്ട് താ. താങ്ക് യു. ഇച്ചിമാരെ ഇന്ന് നമുക്ക് വെറുതെ വിടാം എസ്കുട്ടി. എന്നിട്ട് ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ നിന്നെ ഇട്ട് പിടിക്കാം ഒക്കെ ചെയ്യിപ്പിക്കാൻ. ഓക്കെ, പറന്നോടും. അവിടെ ഭയങ്കര കളിയാണ്. ചക്കിമാളൊക്കെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും. അപ്പുറം എസ്കുട്ടീനെ ഞാൻ കൂടുതലും കൂർത്തി പിടിച്ചു. എപ്പോഴും അവരാണ് ബേബീനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫ്രീ ടൈം എടുക്കട്ടെ എന്ന് വിചാരിച്ച് പരമാവധി നമ്മൾ എസ്കുട്ടിയുടെ കൊടുത്തിരിക്കുകയാണ്. സൈഡായിട്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം പുള്ളി സൈഡിൽ നിന്ന് പുള്ളിയുടെ പരിപാടികളൊക്കെ തുടങ്ങി. ഇപ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെയും പോകും. ഞാൻ തന്നെ ഉള്ളപ്പം ഞാൻ എന്തായാലും അങ്ങ് ഫ്രീ ആയിട്ട് വിടും. ഇനിയിപ്പോൾ ഇച്ചയം വന്നു കഴിയുമ്പം ആരെങ്കിലും ഒരാൾ. എങ്ങനെയുണ്ടായിരുന്നു? ആണോ? പപ്പയുടെ കൊണ്ടുവിട്ടേ? എന്തോരം നീന്താൻ പഠിച്ചു ഇപ്പം? എനിക്ക് മനസ്സിലാത്ത മമ്മ എന്തിനാ എന്നെ ബിഗിനിലിട്ട്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് എനിക്ക് പോകാൻ പറ്റും. പക്ഷെ തുടങ്ങുമ്പോൾ നമ്മളെല്ലാം അങ്ങനെയാ, ബിഗിനിലിട്ട് പഠിക്കണം. ആർക്കൊക്കെ ജമ്പ് ചെയ്യണ്ടേ, മറ്റേ സാന്തേനെ ജമ്പ് ചെയ്ത് പോണ്ടേ, അവർക്ക് പോവാനോ. ആരും രണ്ടാൾക്കാർ വന്നു, പക്ഷെ അവർക്ക് പേടിയായി കണ്ടിട്ട്. എനിക്ക് അത്ര പേടിയായില്ല, ഞാൻ ചാടിപ്പോയി. ആണോ? എന്നിട്ട് ജമ്പ് ചെയ്തോ? വെള്ളം കുടിച്ചോ? പക്ഷെ ഞാൻ എനിക്ക് ഗ്ലാസസ് ഇല്ല ഒരിക്കലും അവിടെ. അതുകൊണ്ട്
അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ ഗ്ലാസ്സസ് ഇല്ല Glasses എന്തിയെ? കാണാതായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവർ എനിക്ക് ലൈന ചെയ്യാൻ തന്നു. ഓക്കെ. പക്ഷെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ അവർ എനിക്ക് യൂസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് അതേനെ എനിക്ക് ഭയങ്കര ഫണ്ണാണ്. ഗ്ലാസ്സസ് ഇപ്പൊ ഏറ്റവും ഫണ്ണ്. ഓക്കെ. പിന്നെ കുട്ടി വന്നിട്ട് വേണ്ട ഒരു സൈഡിൽ നിന്ന് ക്ലീനിങ് തുടങ്ങാൻ പോവാ. എനിക്ക് ഞാൻ മമ്മക്ക് പറഞ്ഞു എനിക്ക് ട്രിപ്പിൾ എയർ 3 ആവശ്യമുണ്ട്. 3. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ ഒന്നും ചെയ്തില്ല, മമ്മ തരില്ലല്ലോ, ഇറങ്ങിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റൂം ക്ലീൻ ചെയ്യാം, പിന്നെ ഹാള്. എന്നിട്ടാണെങ്കിൽ മമ്മയ്ക്ക് എന്നിട്ട് ഞാൻ പെട്ടെന്ന് സ്വിച്ച് ചെയ്തപ്പോ മമ്മ പറഞ്ഞു ഞാനും സ്വിച്ച് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പോഴേക്കും കുറച്ച് ദോശ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ബെൽറ്റ് ഞാൻ ഇട്ടതല്ലായിരുന്നു ഡേസക്കുട്ടി, ഇരുന്നാടോ അവിടെ. കണ്ണ് തെറ്റിവൻ അതിൻ്റെ അകത്ത് ചാടി ഇറങ്ങേ. ആ ബെൽറ്റ് ഇട്ട് കൊടുത്ത മോനെ. ആ, അവിടെ ജമ്പ് ചെയ്യാനല്ല പറയുന്നേ. ഇന്നത്തെ റിവാർഡ് 3 AAA ബാറ്ററി. യെസ്. അത്യാവശ്യം പരിപാടികളൊക്കെ ക്വിക്കായിട്ട് ഒതുക്കി നമ്മുടെ സാമ്പാർ വെച്ച് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. പിള്ളേർ മൂവിയൊക്കെ കണ്ടിട്ട് നേരെ കയറി കിടക്ക ഉറങ്ങാനായിട്ട് പോയി കേട്ടോ. അത്യാവശ്യം പരിപാടികളൊക്കെ ഒതുങ്ങി. ഇപ്പോൾ ഇവിടെ രാത്രി 11 മണിയായിട്ടോ. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും നമുക്ക് ആകാശം കാണാൻ പറ്റും. ഇന്നലെയൊക്കെ നമ്മൾ വൈകിട്ട് 9:15 ആയപ്പോഴെല്ലാം ഉറങ്ങാൻ കിടന്നത്. അന്നേരം കണ്ട നാട്ടിലൊരു ഉച്ച പോലെ തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പം കണ്ട ആകാശവും മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. അപ്പം ഇരുട്ട് കംപ്ലീറ്റ് ഡാർക്കായിട്ടില്ല, പക്ഷെ എന്നാലും ഇരുട്ടാണ്. ഇപ്പോൾ രാത്രി 11:10 ഇപ്പം ടൈം. നല്ല ക്ഷീണമുണ്ട്. ഡയറ്റ് തുടങ്ങിയതിൻ്റെ ഫുഡ് ചില സമയത്ത് ഇങ്ങനെ വിശപ്പൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ആ സമയത്ത് ഇപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പീസോ അങ്ങനെയൊക്കെ കഴിച്ചിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. നോക്കാം നമുക്കിത് എങ്ങനെ പോകുമെന്നുള്ളത്. ഇത് രാത്രിയിലാട്ടോ ഇത് കൂടുതൽ വിരിയുന്നത്. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് നമ്മൾ ആദ്യം കണ്ടതിനെക്കാട്ടിലും ഇപ്പോൾ രാത്രി ഇപ്പോൾ കുറച്ചുകൂടെ വിരിഞ്ഞില്ലേ. എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൂ. ഞാൻ ആദ്യമായിട്ടോ നമ്മുടെ വീട്ടിൽ ഈ ചെടി വെച്ചിട്ട് ആദ്യമായിട്ടോ പൂക്കുന്നേ. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.